മിഴിയിൽ രചന അനുരാജീവ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഒരു വൈറ്റ് ഓടി പൊടി വർപ്പിച്ചുകൊണ്ടുവന്ന് നിന്നു. എല്ലാവരുടെയും ശ്രദ്ധ ആ കാറിലേക്കായി. കോട്ടും സൂട്ടും അണിഞ്ഞ ഒരാൾ കാറിന് പുറകുവശത്തെ സീറ്റിൽ നിന്നിറങ്ങി. നാഥൻ സർ? അഡ്വക്കേറ്റിന്റെ വായിൽ നിന്നും വന്ന വാക്കിൽ കേട്ട് മിഴി പതിയെ ജനലിനരികിലേക്ക് നീങ്ങി. മുന്നിൽ ക്യാമറയും മൈക്കും നീട്ടി നിൽക്കുന്നവരെ കടന്ന് സ്റ്റെപ്പ് കയറി സ്റ്റേഷൻ വരാന്തയിൽ നിന്നു. മീഡിയയ്ക്ക് നേരെ തിരിഞ്ഞ് കൂളിംഗ് ഗ്ലാസ് ഊരി കയ്യിൽ പിടിച്ചു. ദി ഹോട്ട് ന്യൂസ്: നാഥൂറാം വർമ്മയുടെ പുത്രൻ അനാശാസ്യത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബട്ട് ദാറ്റ് വാസ് എ ഫേക്ക് ന്യൂസ്. അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. എൻ്റെ മകൻ അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുമായി അവൾക്ക് അവിടെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി പോയതാണ്. ഷീസ് ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി. ഏത് കമ്പനിയുടെ ഇന്റർവ്യൂവിന്? അവരുടെ വിവാഹം ഉടനെ ഉണ്ടാവുമോ? നിങ്ങളെപ്പോലെ കോടീശ്വരന്റെ മകൻ ഒരു മിഡിൽ ക്ലാസ് പെൺകുട്ടിയെ സ്നേഹിച്ചെന്നോ? അപ്പോൾ പോലീസ് അറസ്റ്റിന്റെ ഉദ്ദേശം? ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. ഒന്നും മനസ്സിലാവാതെ മിഴിയും ബദ്രിയും പുറത്തോട്ട് നോക്കി നിന്നു. എന്നാൽ അയാൾ ഒരു പുഞ്ചിരിയോടെ തന്നെ അവർക്ക് മറുപടി കൊടുത്തു. ഹെവിൻസ് ബിൽഡേഴ്സ് ഇന്നലെ ബ്ലൂ ലാൻഡിൽ വെച്ച് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിരുന്നു. ആ കുട്ടിയുടെ പേരും റസീമും അവളുടെ പക്കലുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. പിന്നെ കോഴിക്കോട് നിന്ന് വന്ന് അവൾ തങ്ങാനൊരു മുറിയെടുത്താണോ തെറ്റ്? വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു മുറിയിൽ കഴിഞ്ഞതാണോ തെറ്റ്? ഐ ഡോണ്ട് ഹാവ് മോർ ടൈം ടു സ്പെൻഡ് ഫോർ ദിസ് യൂസ്ലെസ് ടോക്ക്. ഇനി അവരെക്കുറിച്ചുള്ള തെറ്റായ വാർത്തകൾ ഒരു ചാനൽ വന്നു പോകരുത്. ആൻഡ് ഹിയർ ഈസ് യുവർ ഹോട്ട് ബ്രേക്കിംഗ് ന്യൂസ്. ഓരോരുത്തരും എന്താണതെന്ന് അറിയാനായി അദ്ദേഹത്തെ ഉറ്റുനോക്കി. മിഴിയുടെ തൊണ്ട വരളുന്നതായി തോന്നി. അവളുടെ കണ്ണുകൾ ബദ്രിയിലേക്ക് നീണ്ടു. ചുമരിൽ തൂക്കിയിട്ട കണ്ണാടിയിൽ നോക്കി ബ്രൗണിഷായ നീണ്ട മുടിയെ കോതിയൊതുക്കുന്ന തിരക്കിലാണവൻ. അവളൊരു നെടുവേർപ്പിട്ട് വീണ്ടും പുറത്തേക്ക് നോക്കി. ബദ്രിനാഥ്, സൺ ഓഫ് നാഥൂറാം വർമ്മ, വിൽ ഗെറ്റിംഗ് മാരിഡ് സൂൺ. അയാളുടെ വാക്കുകളുടെ ശക്തിയിൽ അവൾ തീച്ചൂളിൽ എന്ന പോലെ വെന്തുരുക്കി. കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഒന്നും മനസ്സിലാവാത്ത പോലെ. അഡ്വക്കേറ്റ് കൊണ്ടുവന്ന പേപ്പറിൽ സൈൻ ചെയ്തു കൊടുത്തു. ബദ്രിയും സൈൻ ചെയ്ത് നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വരൂ, പോവാം. അവൾ ആ ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കി. ഐ ആം അർജിത്ത്, ഹീസ് മൈ ഫ്രണ്ട്. സോറി, ഞാനാണ് അവൻ്റെ ഒരേ ഒരു ഫ്രണ്ട്. ടെൻഷൻ ആവേണ്ട, ഇപ്പോൾ വരൂ. വേറെ വഴിയൊന്നുമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവളും പുറത്തേക്ക് ഇറങ്ങി. സ്റ്റേഷൻ വരാന്തയിൽ തന്നെ നാഥുറാമും ബദ്രിയും നിൽപ്പുണ്ടായിരുന്നു. മിഴി അവരിൽ നിന്ന് അല്പം വിട്ടുനിന്നും അർജിത്ത് അവളെ ബദ്രിക്കടുത്തേക്ക് നീക്കി നിർത്തി. കുറേയേറെ ഫ്ലാഷ് ലൈറ്റുകൾ അവരുടെ മുഖത്ത് മിന്നിമാഞ്ഞു. വാ മോളെ. അത്രയും വലിയ മനുഷ്യൻ വിനയത്തോട് വിളിക്കുന്ന കേട്ട് അറിയാതെ തന്നെ അവളുടെ കാലുകൾ അയാൾക്ക് പുറകെ ചലിച്ചു. ഡ്രൈവർ പുറകിലെ ഡോറ് തുറന്നു പിടിച്ചിരുന്നു. അവളോട് കയറാൻ പറഞ്ഞ് മറുഭാഗത്ത് അയാളും കയറി. ബദ്രി കോ ഡ്രൈവിംഗ് സീറ്റിലും അർജിത്തും അഡ്വക്കേറ്റ് അയാളുടെ കാറിലും കയറി. വണ്ടി സ്റ്റേഷൻ കോമ്പൗണ്ട് കടന്ന് വേഗത്തിൽ നീങ്ങി. ഇത് നടക്കില്ല! ആക്രോശത്തോടെയുള്ള ബദ്രിയുടെ ശബ്ദം കേട്ട് മിഴി ഞെട്ടി തല ഉയർത്തി. ഏത്? ഡാഡ്, എനിക്ക് ഇവളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഇവൾ ആരാ? ഇന്നലെ വരെ കാണാത്തൊരു പെണ്ണിനെ എന്റെ തലയിൽ കെട്ടിവെക്കാനാണോ? ഇതും അവര് പറഞ്ഞെന്ന ഐഡിയ ആവും അല്ലേ? ദേഷ്യത്തോടെ തുടങ്ങിയ സംഭാഷണം പുച്ഛത്തിൽ അവസാനിച്ചു. നീ വെറുതെ ഇതിലും കബനിയെ പഴിക്കണ്ട. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോവരുത്, ചുറ്റും ശത്രുക്കളാണെന്ന്. ഇന്നലെ അർജിത്തിനെ ഫൂളാക്കി നീ മുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അപകടം മണത്തു. നമ്മുടെ ഹോട്ടലായതുകൊണ്ട് മാത്രം അറസ്റ്റിലായ സെക്കൻഡിൽ തന്നെ വിവരം അറിഞ്ഞ്. വാട്ട് യു തിങ്കിങ് അബൌട്ട് യുവർ സെൽഫ്? നീ എന്തിനാ ഇങ്ങനെ കുടിച്ചു നശിക്കുന്നത്? വീട്ടിൽ വന്ന എന്താ പ്രോബ്ലം? ഡോണ്ട് ചേഞ്ച് ദി ടോപ്പിക് ഡാഡ്. നിങ്ങളുടെ വൈഫ് ഷീസ് ഓക്കെ, അത് വിട്. ഹൂ ഈസ് ഷീ? നോട്ട് ഫ്രണ്ട് മിററിലൂടെ അവളുടെ മുഖത്തേക്ക് പതിച്ചു. തൻ്റെ ജാക്കറ്റിൻ്റെ കൈകൾ അമർത്തി പിടിച്ചിരിപ്പുണ്ട്. കണ്ണിൽ ഇപ്പോഴും നനവുണ്ട്. എനിക്കും അറിയില്ല, ബട്ട് നൗ ഷീസ് യുവേഴ്സ്. നിന്റെ മുറിയിൽ നിന്നല്ലേ ഇവളെ കണ്ടത്? നിനക്കറിയില്ലേ ആരാണെന്ന്? നോ ഡാഡ്, എനിക്ക് ഇവളെ അറിയില്ല. അറിയാനും താല്പര്യമില്ല. നീ ഇവളെ വിവാഹം കഴിച്ചേ പറ്റൂ. അതിനുശേഷം ജീവിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ്. ബട്ട് ഞാൻ മീഡിയക്ക് മുന്നിൽ കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. ബട്ട് ഡാഡ്. ബദ്രി. അയാളുടെ തറപ്പിച്ചുള്ള വിളിയിൽ അവൻ ദേഷ്യത്തോടെ സീറ്റിലടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. അവൾ അത്ഭുതത്തോടെ ഇരുവരെയും നോക്കി. ഈ സംസാരിച്ച മുഴുവൻ തന്നെക്കുറിച്ചാണ്, തന്നെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്. എന്നിട്ടൊരു വാക്ക് പോലും ചോദിച്ചോ? എല്ലാവരുടെ മുന്നിലും വിളിച്ച് പറയുന്നതിന് മുന്നേ എൻ്റെ സമ്മതം അറിഞ്ഞോ? ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കാനുള്ള പാവയാണോ എൻ്റെ ജീവിതം? എങ്ങനെ ആ മുറിയിലെത്തിയെന്ന് ഇപ്പോഴും നിശ്ചയമില്ല. ആരോട് ചോദിക്കും? എല്ലാം അറിയാനുള്ള അവകാശമെങ്കിലും എനിക്കില്ലേ? അവളുടെ മനസ്സ് മുഴുവൻ ചോദ്യോത്തരങ്ങൾ കൊണ്ട് നിറഞ്ഞു. കണ്ണിൽ ഉരുണ്ടുകൂടിയ നീർമുത്തുകളെ പുറം കൈ കൊണ്ട് തുടക്കുമ്പോഴേക്കും വണ്ടി ബ്രേക്കിട്ട് നിന്നു. അവൾ തല ഉയർത്തി പുറത്തോട്ട് നോക്കി. അറിയാതെ തന്നെ ഡോറ് തുറന്ന് അവൾ പുറത്തോട്ട് ഇറങ്ങി. എക്സോട്ടിക് മാൻഷൻ. അവൾ ജീവിതത്തിൽ അത്രയും വലിയ വീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. മുഴുവൻ ഗ്ലാസ് വർക്ക് ചെയ്ത മാൻഷൻ. വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്നും ഗേറ്റിലേക്ക് 200 മീറ്റർ നീളമെങ്കിലും ഉണ്ടാവും. അത്രയും ദൂരം ഇരുവശത്തുമായി നീണ്ടെടുക്കുന്ന ഗാർഡൻ. ഇടയിൽ സ്റ്റോൺ ബെഞ്ചുകൾ, ഇടതുവശത്തായി 2 സ്വിമ്മിംഗ് പൂൾ. അവൾ തൻ്റെ വീടിനെക്കുറിച്ച് ഓർത്തു.
മൺചുമര് കൊണ്ട് നിർമ്മിച്ച പഴയ ഓടുവീടാണ്. 2 മുറി, വാതിലിന് അടച്ചുറപ്പ് പോലുമില്ല. ആ മനുഷ്യമൃഗത്തെ ഭയന്ന് ഉറങ്ങാതെ വാതിൽ ചാരി കണ്ണുകളടച്ച് നേരം വെളുപ്പിച്ച ദിനങ്ങൾ. വാ മോളെ. നാദുറാമിന്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് തടഞ്ഞത്. അവരെ നോക്കാതെ കാറിൽ നിന്നിറങ്ങി കാലുകൊണ്ട് ഡോർ ചവിട്ടി അടച്ച് ഫോണിൽ കുത്തി മാൻഷനിലേക്ക് കയറിപ്പോയ ബദ്രിൽ തങ്ങിയിരുന്നു അവളുടെ മനസ്സ്. നാദൂർ അകത്തേക്കാരൻ മണിച്ചേൽക്കുന്ന മിഴിയുടെ അടുത്തേക്ക് വന്നു. എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താണെന്ന്. പേടിക്കണ്ട, ആരുടെ സമ്മതം നോക്കിയില്ലെങ്കിലും ഞാൻ നിന്റെ സമ്മതം നോക്കും. മോൾ അകത്തേക്ക് വാ. അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. അതിനകത്തേക്ക് കാലെടുത്ത് വെച്ചതും അവൾക്ക് മുന്നിലേക്ക് ഒരു കുപ്പി ഗ്ലാസ് വീണുടഞ്ഞു. നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരരുതെന്ന്. എനിക്ക് വെള്ളം വേണമെങ്കിൽ ഇവിടെ ജോലിക്കാരികളുണ്ട്, അവരോട് പറഞ്ഞോളാം. ഇനി എന്റെ വഴിയിൽ വന്നാൽ ബദ്രി. എല്ലാം കേട്ട് ഞെട്ടിയെന്ന് അവൾ നാഥുറാമിന്റെ ശബ്ദത്തിൽ വിറച്ചുപോയി. അവനെന്നാൽ ആരെയും കൂസാതെ ഗ്ലാസ് കൊണ്ടുള്ള സ്റ്റെപ്പിലൂടെ കയറി മുകളിലേക്ക് പോയി. അവളുടെ നോട്ടം തലതാഴ്ത്തി നിന്ന് നിറഞ്ഞ കണ്ണുകൾ തുറക്കുന്ന ആ സ്ത്രീയിലേക്കെത്തി. കോട്ടൺ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അത്യാവശ്യം തടിയുണ്ട്. ഐശ്വര്യം തുളുമ്പുന്ന വെളുത്ത വട്ടമുഖം. തന്നോട് എത്ര തവണ പറഞ്ഞു അവനോട് അടുക്കാൻ പോവേണ്ടെന്ന്. എന്നും അവന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കേട്ടാലേ ഉറക്കം വരുള്ളൂ എന്നുണ്ടോ? അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അയാൾ പറഞ്ഞു. അതിനവൾ കണ്ണുകൾ അമർത്തി തുടച്ചൊന്ന് പുഞ്ചിരിച്ചു. എന്ത് പറഞ്ഞാലും എൻ്റെ മോനല്ലേ, തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സാരി കൊണ്ട് മുഖം തുറക്കുമ്പോഴാണ് മിഴിയെ കണ്ടത്. അവൾ അന്തിച്ചു നിന്നു. അത് കാണെ അവർ ഇരുവരും മൃദുവായി ചിരിച്ചു. മോളിങ്ങോട്ട് വാ. അദ്ദേഹം വിളിച്ചപ്പോൾ അവൾ പതിയെ അകത്തേക്ക് കയറി. ഇതെന്റെ ഭാര്യ കബനി. മോൾക്ക് ആന്റിന്നോ അമ്മാന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം, അല്ലേടോ? അദ്ദേഹം പറഞ്ഞതിന് അവർ ചിരിയോടെ തലയാട്ടി. കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്തായാലും മോളുവാ, ഞാൻ ചോദിക്കട്ടെ. അയാളെ നോക്കി മിഴി കബനിയുടെ പുറകെ പോയി. ബദ്രി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ദേഷ്യം കൊണ്ട് മുറിയിലെ എല്ലാ സാധനങ്ങളും വലിച്ചിട്ട് പൊട്ടിച്ചു. കബോർഡിൽ നിന്ന് സിഗരറ്റിന്റെ പാക്കറ്റ് എടുത്ത് പൊട്ടിച്ച് അതിൽ നിന്ന് ഒന്നെടുത്ത് വായിൽ വെച്ച് ലൈറ്റ് എടുത്ത് കൊളുത്തി ആഞ്ഞു വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡോർ തുറന്ന് അർജിത്ത് കയറി വന്നു. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? അവന്റെ കോളിൽ കുത്തിപ്പിടിച്ചുകൊണ്ടാണ് ബദ്രി ചോദിച്ചത്. കൂൾ ബദ്രി, ഞാൻ പറയുന്നത് നീ ആദ്യം ഒന്ന് കേൾക്ക്. ഇറ്റ് വാസ് എ ട്രാപ്പ്. അതറിയാവുന്നോണ്ടാ നിന്നെ ഒറ്റയ്ക്ക് എങ്ങോട്ടും വിടാതിരുന്ന്. അതിന് നീ എന്താ ചെയ്ത്? ആർക്കെങ്കിലും എന്തെങ്കിലും വാല്യൂ കൊടുക്കുന്നുണ്ടോ നീ? പോവരുതെന്ന് എത്ര പറഞ്ഞിട്ട് വീണ്ടും ആരും കാണാതെ ഇറങ്ങിപ്പോയി. സോ യു ആർ റെസ്പോൺസിബിൾ ഫോർ ആൾ. ഓ റിയലി? ഓക്കെ ഫൈൻ. ദെൻ ഹൂ ഈസ് ഷീ? വൈ ഷുഡ് ഐ മാരി ഹെയർ? അത് നിന്റെ ഡാഡി കൊടുത്ത വാക്കാ, നീ പാലിച്ചേ പറ്റൂ. ഇതുവരെ ഡാഡ് പറഞ്ഞ എന്തും ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. ബട്ട് ദിസ് ഈസ് മൈ ലൈഫ്. നീതാ അവളെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ആൻഡ് ഈ കാര്യം ഡാഡിക്കും അറിയാവുന്നല്ലേ, ഇതെങ്ങനെ ശരിയാവും? മീഡിയക്ക് മുന്നിൽ അങ്ങനെ നിൽക്കുമ്പോൾ വേറെ എന്ത് പറയാനായിരുന്നു? നിങ്ങൾ അതിനുള്ള മറ്റേ പരിപാടിക്ക് തന്നെ പോയതാണെന്നോ? എക്സ്ക്യൂസ് മീ, നീ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഷീസ് ഇന്നസെന്റ്. അവൾക്കറിയില്ല അതിനകത്ത് എങ്ങനെ വന്നു എന്ന്. ബട്ട് ഞങ്ങൾക്കറിയാം. നിന്നെ ആ മുറിയിൽ നിന്ന് അവളോടൊപ്പം അറസ്റ്റ് ചെയ്ത നെക്സ്റ്റ് സെക്കൻഡ് ഞങ്ങൾ ആ കാര്യങ്ങൾ അറിഞ്ഞു. സ്വാമികളുടെയും കൂട്ടി വരാൻ നിൽക്കുന്നതിന് മുന്നേ ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. നിന്റെ റൂമിൽ നിന്ന് അവളുടെ ബാഗ് കിട്ടി. ഇന്റർവ്യൂവിന് വന്നാണെന്ന് മനസ്സിലായി. ഏതോ ഒരു സ്ത്രീ അവളെ ബോധം കെടുത്തി നിന്റെ മുറിൽ കൊണ്ടുവന്നിരുന്ന് CCTV വിഷ്വൽസിൽ കണ്ടതാണ്. അത് കഴിഞ്ഞ് ഏതാണ്ട് 6 മണിക്കൂറിന് ശേഷമാണ് നീ അടിച്ചു വീലായ മുറിയിൽ കയറിയത്. ഡോറ് ലോക്ക് ചെയ്ത് മിണ്ടാതെ കയറിക്കിടന്നതാണ്. നിന്റെ കയ്യിൽ റൂമിന്റെ കീ ഉള്ളതുകൊണ്ട് നീ ആ സമയത്ത് റൂമിൽ കയറിയത് ആരും കണ്ടില്ല. നിന്നെ കാണാതായപ്പോൾ നൈറ്റ് ഹോട്ടലിൽ വിളിച്ച് ചോദിച്ചപ്പോഴാണ് റൂം ബോയ്സ് വന്ന് ചെക്ക് ചെയ്തത്. ഡോറ് ലോക്കാണെന്ന് പറഞ്ഞപ്പോഴാണ് നീ അവിടെ ഉണ്ടെന്നറിഞ്ഞു. ഞങ്ങൾ മാത്രമല്ല, ശർമ്മ ബിൽഡേഴ്സിന്റെ ആളുകളും. നമ്മുടെ ഗുഡ് വിൽ തകർക്കാൻ ഒരിക്കൽ കെണി. നീ ഇന്നലെ അങ്ങോട്ട് വരുന്ന ഉറപ്പുള്ള ആരോ ആ കുട്ടി നിനക്ക് വിരിച്ച ട്രാപ്പിൽ പെട്ടുപോയതാ. ബദ്രി ദേഷ്യം കൊണ്ട് ആകെ ബാക്കിയുണ്ടായിരുന്ന ഫ്ലവർ വൈസ് എടുത്ത് വാളിൽ ഫിറ്റ് ചെയ്ത ടിവിയിലേക്ക് എറിഞ്ഞു. ബദ്രി, ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. എനിക്കറിയാം നിനക്ക് നിന്റെയുമായിട്ടുള്ള റിലേഷൻ. ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള ഒരേ ഒരു വഴി ആ കുട്ടിയുടെ നോ മാത്രമാണ്. ഇഫ് ഷീ ഈസ് നോട്ട് വില്ലിംഗ് ടു മാരി യു, അങ്കിൾ ഇതിൽ നിന്ന് പിന്മാറും. സോ നീ അവളെ കൺവിൻസ് ചെയ്യും. ബദ്രി ബെഡിലേക്ക് വന്നിരുന്നു. അവന്റെ തോളിലും തട്ടി അർജിത് പുറത്തേക്ക് പോയി. മോളെ, എന്താലോചിച്ച് നിൽക്കുക? ജ്യൂസ് കുടിക്ക്. അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി ഗ്ലാസ് ചുണ്ടോട് ചേർത്തു. അവളുടെ പാറിപ്പറന്ന മുടിയകൾ അവർ ചെവിക്ക് പിന്നിലേക്ക് വെച്ചു കൊടുത്തു. ഡ്രസ്സ് മാറ്റണ്ടേ? അവൾ മടിച്ചുകൊണ്ട് തലയാട്ടി. മോൾക്ക് പാകാവുന്നൊന്നും എൻ്റെ കയ്യിലില്ല. ജിത്തുവിനോട് വാങ്ങിയിട്ട് വരാൻ ഏൽപ്പിച്ചിരുന്നു. ഒന്ന് ചോദിക്കട്ടെ കേട്ടോ. അതേസമയം തന്നെ അർജിത്ത് സ്റ്റെപ്പ് ഇറങ്ങി വന്നു. ഡ്രസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൻറ്റി, ഇപ്പൊ എത്തും. കബനി ചിരിയോടെ തലയാട്ടി. അപ്പോഴേക്കൊരു കോൾ വന്ന് അർജിത്ത് പുറത്തേക്ക് പോയി. മോള് മുറി പോയി വിശ്രമിച്ചോ? അവൾക്ക് താഴെയുള്ള ഒരു മുറി കാണിച്ചു കൊടുത്തു. അവൾ പതിയെ അങ്ങോട്ട് നീങ്ങി. അകത്തേക്ക് കയറി വാതിൽ ചാരി വെച്ച് ആ മുറി ആകമാനം വീക്ഷിച്ചു. ഫുൾ വൈറ്റ് പാറ്റേണുള്ള വലിയൊരു മുറി. തന്റെ വീട് ആ മുറിയുടെ വലിപ്പമേ ഉള്ളൂ എന്ന് അവൾ ഓർത്തു. ചുമരിൽ തന്നെ സെറ്റ് ചെയ്ത കബോർഡും വാനിറ്ററി മിററും റൂമിന് നടുക്കൊരു കിങ് സൈസ് ബെഡ് മാത്രമേ ഉള്ളൂ ആ മുറിയിൽ. അവൾ ആ മിററിന് മുന്നിൽ പോയി നിന്നു. മുഖമാകെ ചുവന്നിരിക്കുന്നു. ക്ഷീണവും തളർച്ചയും ബാധിച്ച തന്റെ മിഴികൾ കണ്ട് അവൾ സ്വയം ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു.
അവളുടെ കണ്ണുകൾ സ്വന്തം ശരീരത്തിലേക്കായി. നല്ല നീളമുള്ള ജാക്കറ്റ് ആയതുകൊണ്ട് അടിയിൽ കുറച്ച് ആ നരച്ച പാവാട കാണുന്നുള്ളൂ. അവൾ പതിയെ ആ സിബ് താഴേക്ക് വലിച്ചഴിച്ചു. മുൻവശത്ത് ഹുക്കുള്ള ബ്ലൗസും പാവാടയും മാത്രമിട്ട് ജാക്കറ്റ് ഊരി ബെഡിൽ വെച്ചു. ബാത്റൂമിൽ കയറി മേല് കഴുകി. മുഖത്ത് വെള്ളം വീഴുമ്പോൾ കണ്ണിന്റെ തടമില എരിയുന്നുണ്ടായിരുന്നു അവൾക്ക്. മാറിയെടുക്കാനില്ലാത്തതുകൊണ്ട് അതേ ഡ്രസ്സ് തന്നെ ധരിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി. തന്നെ കാത്തുന്ന പോലെ മുറിയിലിരിക്കുന്ന ഭദ്രയെ കണ്ട് അവളൊന്ന് ഞെട്ടി. അവൾ അങ്ങനെ ഒരു വേഷത്തിലാവും വരുന്നെന്ന് അവനും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ മുഖത്തും ഒരു ചെറിയ ഞെട്ടലുണ്ടായി. അവൾ വേഗം തിരിഞ്ഞു നിന്നു. അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നെങ്കിലും ആരും കാണാതെയാണ് അവൾക്കടുത്തേക്ക് വന്നതെന്ന് ബോധ്യമുള്ളതുകൊണ്ട് പുറത്തേക്ക് പോകാതെ വേഗം ബെഡിൽ കിടന്ന ജാക്കറ്റ് എടുത്ത് തിരിഞ്ഞിരിക്കുന്ന മിഴിയുടെ കയ്യിലേക്ക് കൊടുത്തു. തിരിഞ്ഞുകൊണ്ട് തന്നെ അത് വാങ്ങി ധരിച്ചുകൊണ്ട് സിബ് കയറ്റാൻ ശ്രമിച്ചെങ്കിലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇരുഭാഗവും കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിച്ച് അവൾ അവന് നേരെ തിരിഞ്ഞു. അവൻ അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. വാട്ട് ഈസ് യുവർ നെയിം? അവളൊന്ന് കഷ്ടപ്പെട്ട് പുഞ്ചിരിച്ചു. മിഴി. ഹാ, ഓക്കെ. എൻ്റെ ഡാഡ് തറപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. ബിക്കോസ് ഐ ലവ് ഹിം. സോ നീ എനിക്കൊരു ഫേവർ ചെയ്യണം. നിന്നോട് ഈ വിവാഹത്തിന് സമ്മതമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ നോ പറയണം. ഓക്കെ? അവളൊന്നും മിണ്ടിയില്ല. അല്ലെങ്കിൽ എന്ത് പറയാനാണ്? അവൾ പതിയെ തലയാട്ടി. ദാറ്റ്സ് ഗുഡ്. അവളുടെ കവിളിൽ ചെറുതായി തട്ടി ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇത്രയും നേരത്തിനിടയിൽ ഇപ്പോഴാണ് ആ മുഖമൊന്ന് ചിരിച്ചെന്ന് അവൾ ഓർത്തു. അവളുടെ കണ്ണുകൾ അവൻ്റെ ചുണ്ടിലേക്ക് മാത്രം നോട്ടമിട്ട് നിന്നു. അത്രയും ഭംഗിയായിരുന്നു ആ ചിരിക്ക്. ചെമ്മ നിറത്തിലുള്ള മുടിയിലേക്കും കട്ടിപ്പുരുകത്തിലേക്കും വളർന്നു തുടങ്ങിയ കുറ്റിമീശയിലേക്കും താടിയിലേക്കും അതിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന നുണക്കുഴിയിലേക്കും അവളുടെ കണ്ണുകൾ ചലിച്ചു. അവളുടെ നോട്ടം കണ്ട് അവനും അവളുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ ആ നോട്ടം അവളുടെ വെള്ളത്തുള്ളികളാൽ ഒട്ടിപ്പിടിച്ച കൺപീലികളിലേക്കായി മാത്രം ഒതുങ്ങി. കരിമഷി പോലും ഇടാത്ത ആ കരിമിഴികളിൽ അവന്റെ നോട്ടം മുടക്കി നിന്നു. കുളിച്ചിറങ്ങിയിട്ട് യാതൊരു സമയങ്ങളില്ലാതെയും വല്ലാത്ത ഭംഗിയായിരുന്നു അവൾക്ക്. അവൻ പതിയെ അവൾക്കരികിലേക്ക് വന്നു. ജാക്കറ്റിൽ മുറുകെ പിടിച്ച കൈകൾ പതിയെ വേർപ്പെടുത്തി. ആ സിബ് മറുഭാഗത്തു കൂടി ഘടിപ്പിച്ച് പതിയെ മുകളിലേക്ക് വലിച്ചു. അവന്റെ ചൂണ്ടുവിരൽ അവളുടെ വയറിലൂടെ തഴുകിക്കൊണ്ട് മുകളിലേക്ക് കയറി. അവൾക്ക് ശരീരത്തിൽ എന്തോ ഷോക്കടിച്ച പോലെ തോന്നി. ശരീരം മുഴുവൻ ഒരു നിമിഷം വിറച്ചുപോയി. പക്ഷേ അവനതൊന്നും അറിയുന്നില്ലായിരുന്നു. അവന്റെ നോട്ടം ആ കണ്ണിൽ തന്നെ കുരുങ്ങി കിടക്കും പോലെ. കഴുത്തുവരെ കയറ്റി കൊടുത്തുകൊണ്ട് അവൻ പതിയെ പിന്തിരിഞ്ഞ് നടന്നു. വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് പോയിട്ടും അതൊന്നും അറിയാതെ അവൾ അങ്ങനെ തന്നെ അനങ്ങാതെ നിന്നു. ഒരുതരം പിരിമുറുക്കത്തോടെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.